പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഈ ആരാധനയാണ് നമ്മുടെ ആധ്യാത്മിക ആസ്തി. നമ്മൾ വെച്ചിരിക്കുന്ന അനേകം നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോയോട് സമർപ്പിക്കുന്ന വലിയ സമയമാണ് ആരാധനയുടെ. അതുകൊണ്ട് ഏകാഗ്രതയോടെ ഇരിക്കണം. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്കറിയാമല്ല, ഇപ്പം ചില ആൾക്കാർ മുടന്തിയാണ് വരണത് അല്ലേ, അവർക്ക് സ്വാധീനക്കുറവാണ്. അപ്പോൾ സ്വാധീനക്കുറവുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അവർക്കൊരു കൈസഹായം കൊടുക്കും അല്ലേ, സഹായിക്കണം. ഇത് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് മാത്രമല്ല, ചിലപ്പോൾ ആധ്യാത്മികമായും ചില ആൾക്കാർക്ക് സ്വാധീനക്കുറവുണ്ടാവും അല്ലേ. അവരുടെ ജീവിത സാഹചര്യമാണ്, നമുക്കവരെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെപ്പോലെ അത്രയും ഭക്തി ചിലപ്പോൾ അവർക്ക് ഉണ്ടാകത്തില്ല ഇല്ലേ. ചിലപ്പോൾ അത്രയും വിശ്വാസം ചിലപ്പോൾ അത്രയും ഉണ്ടാകത്തില്ല. അവർ തിരിച്ച് ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് വരുമ്പോൾ പതുക്കെ പതുക്കെ അവർക്ക് വിശ്വാസം കൂടി വരണം അല്ലേ. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർ മുടന്തന്മാരായിരിക്കും, സപ്പോർട്ട് ചെയ്യണം. അവർക്ക് പ്രാർത്ഥിക്കാൻ, അപ്പോൾ അവർക്ക് ഉള്ള കുറവുള്ള പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൂട്ടത്തിലും ഈ ധ്യാനം ലൈവായി കാണുന്ന അവരുടെ കൂട്ടത്തിലും ആർക്കെങ്കിലും വിശ്വാസത്തിൻ്റെയോ ദൈവസ്നേഹത്തിൻ്റെയോ പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ പ്രസാദിച്ച് അവരുടെ കണ്ണുനീരും അങ്ങ് ഒപ്പി അങ്ങേ നാഥനും രക്ഷകനുമായി അനുഭവിച്ച് ആശ്വസിക്കാനുള്ള വരദാനം നൽകണമേ. ഞങ്ങളും നിന്മക്കളല്ലേ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അവിടുത്തെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ ജീവിത സങ്കടങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടിക്കൊണ്ട് സന്തോഷത്തോടെ പാടുക. പല ജില്ലകളിൽ ഇരുന്നു കൊണ്ടും പല സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടും പല ദേശങ്ങളിലും രാജ്യങ്ങളിലിരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും നമുക്ക് ഇപ്പോഴ് അവരുടെ വിഷമതകളും അവരുടെ ഭാരങ്ങളും കൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, എല്ലാ ജില്ലകളിലും എല്ലാ ചിന്തകളെയും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴ് ആരാധനയില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അങ്ങ് സ്പർശിക്കണമേ. അവരുടെ കണ്ണുനീരിന് പരിശുദ്ധ അമ്മ വഴി പരിഹാരമുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിത സങ്കടങ്ങൾ, ജീവിത നിയോഗങ്ങൾ, ദുരിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോഴൊരു സന്ദേശം വന്നു. അതായത് നിത്യസയ മാതാവിൻ്റെ നിയോഗത്തിൽ ചില ആൾക്കാർ ചില വിഷയങ്ങൾ പണ്ടിനാലേ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ അപേക്ഷകൾ ഈശോ ഏറ്റെടുക്കുകയും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അതിന് സമാധാനവും ആശ്വാസം നൽകുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത് നിയോഗങ്ങൾ വിവേചിക്കണമെന്ന്. വിവേചനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഗുണദോഷങ്ങൾ.
ഡിസേൺമെൻറ്റ്. എൻ്റെ ഇൻറ്റൻഷൻസിനും ഡിസേൺമെൻ്റ് ഉണ്ടാകണം. വിവേചനം, ഗുണദോഷങ്ങളാണ്. എന്നാ അങ്ങനെ പറയണമെന്നറിയാവോ? ഇപ്പോൾ നമ്മൾ 2 നില വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചിലപ്പോൾ നിങ്ങൾ ഒരു അപ്പനും അമ്മയും ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 2 നില വീട് വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ഈ 2ാമത്തെ നില നമ്മൾ എന്നാ ചെയ്യും? അപ്പോൾ വൈഫ് പറഞ്ഞു, എന്നാ പറഞ്ഞത്, വല്ല ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് താമസിക്കാമല്ലോ. ആ നിയോഗം കുഴപ്പമില്ല. ഹസ്ബൻഡ് പറഞ്ഞ് അളിയൻ വരികയാണെങ്കിൽ മുകളിൽ കയറിയിരുന്ന് വെള്ളം അടിക്കാമല്ലോ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്നാ ഒരു കുഴപ്പമുണ്ടാണ്. അതാണ് നിയോഗം വരുമ്പോൾ ഒരു കുഴപ്പമാണ്. നിയോഗം ഇൻറ്റൻഷൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷനാണ് പ്രശ്നം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യണത്. ഇൻറ്റൻഷൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷന് കളങ്കം ഉണ്ടാവരുത്. ഇൻറ്റൻഷൻ്റെ ഉള്ളിൽ, നിയോഗങ്ങളുടെ ഉള്ളിൽ, കാര്യം നിയോഗം എപ്പോഴും ആന്തരിക വികാരങ്ങളെ വെളിപ്പെടുത്തണ കൊണ്ട് ഈ ആന്തരിക നിയോഗമല്ല നോക്കണത് ദൈവം നിയോഗത്തിൻ്റെ ഉള്ളിലെ നിയോഗമാണ് വിവേചിക്കണത്. കാര്യം ആരാണ് വിവേചിക്കണത്? ആത്മാവാണ് വിവേചിക്കണത്. ആത്മാവ് വിവേചിക്കുന്നത് കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളവിടെ വായിക്കുമ്പോൾ എപ്പോഴും വായിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വായിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനം നിഗൂഢമായി ഇരിക്കുന്നത് നിയോഗത്തിൻ്റെ വിവേചനത്തെക്കുറിച്ചാണ്. ഒന്ന് പറഞ്ഞ് ഹെബ്രായർ 4:12 എന്ന് പറഞ്ഞ്. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം, സത്യവചനം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ വിവേചനം വരുന്നുണ്ട്. നമ്മൾ 6 നിയോഗം എഴുതിയിട്ടില്ലേ? അപ്പം നിയോഗങ്ങൾക്ക് വിവേചനം വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേചനം എന്ന് പറയുന്നത് എന്താ? ഡിസേൺമെൻറ്റ്. ഇപ്പം നീ കാനഡയായിട്ട് പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ നിയോഗം നല്ലതാ. എന്താ നീ വിചാരിക്കണത്? നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അല്ലേ? നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമല്ലോ. വീട്ടിലും കടമുണ്ട്, നീ കെട്ടിവന്ന വീട്ടിലും കടമുണ്ട്. അപ്പോൾ 2 കടങ്ങളെ 2 മാതാപിതാക്കന്മാരെയും ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിത് ആളാകാമെന്ന് വിചാരിച്ച ഈ രാത്രി ജീവൻ ആവശ്യപ്പെടും. അപ്പോൾ വിട്ടി എന്ന് ദൈവം വിളിക്കും. നിൻ്റെ വീട് വലുതാക്കാം, കാറിൻ്റെ കമ്പനി മാറ്റിയിട്ട് ബ്രാൻഡ് മാറ്റാം എന്ന് വിചാരിച്ചാൽ അവിടെ എന്നാ സംഭവിക്കണത്? അരൂപി മാറിപ്പോവും. അരൂപിയാണല്ലോ വിവേചിക്കണത്. ഇപ്പം നീ കാനഡയിൽ പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ, അപ്പം നിൻ്റെ മനസ്സിൽ സത്യസന്ധമായ എല്ലാ ആഗ്രഹവും ദൈവം അംഗീകരിക്കും. അരൂപിയാണ് വിവേചിക്കണത്. അപ്പോൾ വരുമ്പോൾ വിഷയം, ഇപ്പം നിൻ്റെ വീട്ടിൽ കടവുണ്ട്, അതുപോലെ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും കടവുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ വീട്ടിലും കടവുണ്ട്. മാതാപിതാക്കന്മാർ 55 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ കുറേ ടെൻഷൻ അടുപ്പിച്ചിട്ടുള്ളതാണ്.
ഇപ്പോൾ 10-60 വയസ്സ് കഴിഞ്ഞാലൊക്കെ മനുഷ്യൻ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിനെക്കുറിച്ചൊരു വിലയുണ്ടാകണം. അല്ല, നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്നല്ല. 65 വയസ്സ് കഴിഞ്ഞൊക്കെ ഈ ആൾക്കാർ ടെൻഷൻ അടിക്കണത് അവരുടെ ആയുസ് കുറഞ്ഞ് അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും, എൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയും വേദനയില്ലാതെ അവർ സമാധാനം ജീവിക്കണം. കർത്താവെ എന്നെ സഹായിക്കണേ. അത് റൈറ്റ് സ്പിരിറ്റാണ്. അതാണ് നിയോഗം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കണം അങ്ങനെയല്ല. നമ്മൾ പഠിച്ച കാലം മുതൽ നമ്മൾ പഠിച്ച ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷനുള്ളതാണ്. പഠിച്ച കാലം മുതലേ ഇപ്പോൾ പഠിച്ച ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകും, അയൽവാസികളുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകും, മത്സരമില്ലേ? ഈ മത്സരത്തിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മത്സരത്തിലിരിക്കുന്നവരെയും ദൈവം വിളിക്കുന്നത് 2 ആൾക്കാരെയാണ് ദൈവം വിട്ടിയെന്ന് വിളിക്കുന്നത്. ആരെയാണ്? ഒന്ന് മത്സരത്തിലിരിക്കുന്ന ആൾക്കാരെ, അയൽവാസിയായിട്ടോ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ മത്സരത്തിലിരിക്കുക. 2ാമത് അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിതിട്ട് അഹന്ത വർദ്ധിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് ചമയാൻ ഉദ്ദേശിക്കുന്നവരെയും ദൈവം വിട്ടി എന്ന് വിളിക്കും. 2 ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫോഷ പറപ്പ്. ഇപ്പോൾ ഒരുത്തന് സമൃദ്ധമായ വിളവ് നൽകി, അവൻ്റെ വരുമാനം വർദ്ധിച്ചു. ഇപ്പോൾ 3 ലക്ഷം രൂപയ്ക്കാണ് UK നേഴ്സുമാരുടെ വരുമാനം വരികണം. അപ്പോൾ വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചപ്പോൾ എന്നാ ചെയ്തത്? അപ്പോൾ ബൈബിളിലെ ആ കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ അവൻ്റെ കൃഷിയുടെ സമൃദ്ധമായ വിളവ് നൽകി, അല്ലേ? അപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ ചിന്തിച്ചു. എന്നാ ചിന്തിച്ചത്? ഞാൻ ഈ സമ്പത്തെല്ലാം, ധാന്യമെല്ലാം എവിടെ കൊണ്ടേ വെക്കും? ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിയും. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു മത്സ്യത്തൊഴിലാളി സഹോദരൻ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ ഒരു ഡിസ്കോ വല കൂടി വാങ്ങിക്കാൻ പോവുകയാണ്, പണിക്കാർ കൂടുതലായെന്ന് പറഞ്ഞു. കാര്യം നല്ല പണിയുള്ള വള്ളമാണ്, എപ്പോഴും മത്സ്യബന്ധനത്തിൽ നല്ല ജോലി കിട്ടണ, മീൻ കിട്ടണ വള്ളമാണ്. അപ്പോൾ അതിത്തിരി പ്രാർത്ഥിച്ച് അവർ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് തോന്നി 2 വള്ളം വേണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അവതരിപ്പിക്കണത് എന്താ? എൻ്റെ അവതരിപ്പിക്കണത് ഈ വന്ന പണിക്കാർ പോകാതിരിക്കാൻ വേണ്ടി, അവരെ നിലനിർത്താൻ വേണ്ടി ഒരു ഡിസ്കോ വള്ളം. ഡിസ്കോ വള്ളം എന്ന് പറഞ്ഞാൽ കോര് വലയാണ്. അതിൻ്റെ ചെമ്മീൻ കിട്ടും, ചൂട കിട്ടും, എല്ലാം കിട്ടും, ചിലപ്പോൾ അയിലയും കിട്ടും. അപ്പോൾ അത് ഒരു മിനിമം ഒരു 8 മാസമൊക്കെ നമുക്ക് കടലിൽ പോകാൻ പറ്റും. മറ്റു വള്ളങ്ങളൊക്കെ സീസണായിട്ട് 4 മാസം ആകുമ്പോൾ നിർത്തും. അപ്പോൾ അവൻ പറയണ എല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ മെസ്സേജ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കുകയെന്ന് ചോദിച്ചു. ഉടനെ 1 സെക്കൻഡ് വിശ്വാസ പ്രമാണം ചെല്ലിയപ്പോൾ എനിക്ക് ചെല്ലിയിട്ട് ഞാൻ എന്താ ചെയ്തത്? ജസ്റ്റ് ഓപ്പൺ, കർത്താവിൻ്റെ വചനം തുറന്ന്. എന്നാ കർത്താവ് ഈ വിഷയത്തിൽ പറയണമെന്നറിയണ്ടേ? നമ്മളെ കർത്താവ് ആ വിഷയത്തിൽ നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് ആ വഴിക്ക് വരൂ. എന്താ കാര്യം? നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിക്ക് കർത്താവ് വരും. അതൊരു ദൈവാനുഭവത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. ദൈവത്തെ നീ അങ്ങനെയാണ് വിശ്വസിക്കണത്. ഇപ്പോൾ ഇന്ന് സെൻറ്റ് ജോസഫിൻ്റെ തിരുനാളാണ്. നമ്മൾ വായിച്ചു കേട്ട വചനം എന്താണ്? ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം വരുന്നൊരു വഴിയാണ് സ്വപ്നം. ദൈവം വരുന്ന ഒരു വഴിയാണ്. അപ്പോഴേ കർത്താവിനോട് നീ പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. നീ ഇന്ന് വരെ മനുഷ്യന്മാരോട് സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി, സ്വപ്നമോ ദർശനമോ വചനമോ സദുപദേശങ്ങളോ, ചിലർ പറയുവേ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് എനിക്ക് ഉത്തരം തന്നെന്ന്. എന്താ പറയണത്? അവരെടുക്കുന്നൊരു കൺഫ്യൂഷനായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാനറിയാതെ എന്നിലൂടെ കർത്താവ് അവനോട് സംസാരിക്കും. അപ്പോൾ ഈ ദൈവത്തിന് ഏത് വഴിയും, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ കർത്താവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലാക്കിയത് എല്ലാത്തിനും പഞ്ഞമാണ്, ദൈവത്തിന് മാത്രം പഞ്ഞമില്ല. ഒരു വിശ്വാസിക്ക് ഏത് വഴിയിലൂടെയും ദൈവത്തെ കിട്ടും. പക്ഷേ ഒരു കാര്യം, ദൈവത്തെ കിട്ടുമ്പോഴേ
ഈ വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായ? വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കരുത്. അതാണ് അച്ഛൻ പഠിച്ച പല പാഠങ്ങളിലൊന്ന്. വിശ്വാസത്തിൽ നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. ഒരു മൂവ്മെൻ്റ് ഇല്ല, സ്റ്റക്കായിട്ട് നിൽക്കരുത് ഒരിക്കലും. വിശ്വാസം നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. എന്താണെന്നറിയാവോ? അടുത്ത ഘട്ടമാണ് പ്രത്യാശ. പ്രത്യാശയിൽ നിങ്ങൾ നിൽക്കരുത്. പ്രത്യാശയിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ എന്താ? അനന്തത വരെ നീളുന്ന നിൽക്കാത്തൊരു വഴിയിൽ നമ്മൾ എത്തിച്ചേരും. അത് സ്നേഹത്തിൻ്റെ വഴിയാണ്. തിയോളജിക്കൽ വെർച്യൂസ് അതല്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവത്തിങ്കിലേക്കുള്ള വഴി നമ്മൾ ദൈവത്തിൽ വളരുന്നതനുസരിച്ച് വിശ്വാസം ഒരു പരിധി വരുമ്പോൾ വിശ്വാസത്തിൻ്റെ റേഞ്ച്, വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ചിലത് വിശ്വാസം കൊണ്ട് ചെയ്യാവുന്നവൻ്റെ അപ്പുറത്തായിരിക്കും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്നാണെന്നറിയാമോ? ഒരു നേഴ്സ്, വയനാട്ടിലൊരു നേഴ്സിൻ്റെ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ആ സാക്ഷ്യം എടുത്തിടാൻ കാരണം, ആ മോള് ദൈവവേദന, അവൾ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോണത് കാണാം. പ്രത്യാശയിലേക്ക് പോകണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ കുട്ടിയുടെ കേസ് എന്ന് പറയുന്നത്, അവൾ ടിര ഓസ്ട്രേലിയയിലായിരുന്നു, അവിടെ ജോലി കിട്ടിയതാണ്. പെട്ടെന്ന് അവരുടെ ജോലി നിയമം മാറിയപ്പോൾ ജോലി പോയി. ജോലി പോയപ്പോൾ അവൾ വന്ന് ഉടമ്പടി ചെയ്തു. അമ്മയുടെ കൂടെ നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് പോയതാണ്. നിയമം മാറുമ്പോൾ ജോലി പോയി. എന്താ ജോലി വെച്ചാൽ, ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് ഓസ്ട്രേലിയ ജോലി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിലനിന്ന് ജോലി ചെയ്യുന്നവരെക്കാൾ ഉയർന്ന കലിബർ ഉണ്ടാകണം. അതാണ് നിയമം. പുതിയ നിയമം വന്നപ്പോൾ നമ്മുടെ സീറ്റ് പോയി. അപ്പോഴവളെന്ത് ചെയ്യാൻ, അവൾ അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, കടമുണ്ട്, എന്നെ സഹായിക്കണം. അമ്മയ്ക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴേ ധൃതി കാണിക്കരുത്. നമ്മളോട് തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 അരൂപിയിലാണ്, പുണ്യങ്ങളിലാണ് നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു വിശ്വാസ ലെവലിൽ ഫ്ലോപ്പായി കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായെന്നല്ല എൻ്റെ അർത്ഥം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നാണ് എൻ്റെ അർത്ഥം. വിശ്വാസ ലെവലിൽ ഇപ്പം നമ്മൾക്കറിയാമല്ലോ, ഇപ്പം ഇ എം ഒന്നും പറഞ്ഞൊരു സംഭവമില്ലേ, എന്താ ലെഡ് ചൂടാകണത് എങ്ങനെയാണ്? ഒരു 365 ഡിഗ്രിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ലെഡ് ഉരുകിയിട്ട് കണ്ണീര് പോലെ വരും. കണ്ണീരല്ല, ഈ നമ്മൾ വെള്ളം പോലെ വരും ലെഡ് ഇയം. പക്ഷേ അത്രയും ചൂടാക്കിയ വെള്ളി ഉരുകത്തില്ല. വെള്ളി ഉരുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെൽട്ടിങ് പോയിൻ്റ് 965. 965 ഡിഗ്രി ചൂടാക്കിയാലേ വെള്ളം പോലെ ഉരുകി വരത്തുള്ളൂ. സ്വർണം അത്രയും ചൂടാക്കിയാൽ സ്വർണം ഉരുകത്തില്ല. സ്വർണം ഉരുകണമെങ്കിൽ 1605 ചൂടാക്കണം. 1605 ഡിഗ്രി ചൂടാക്കിയാൽ മാത്രമേ സ്വർണം ഉരുകത്തുള്ളൂ. ഇതെന്നാ പറഞ്ഞതുപോലെയാണ്, ഓരോ വിഷയം ഉരുകാതെ വരുമ്പോൾ ചൂട് കൂട്ടണമെന്നതിൻ്റെ അർത്ഥം. എന്തിൻ്റെ ചൂട്? ദൈവിക പുണ്യങ്ങളുടെ ചൂട് കൂട്ടണം. ചിലത് വിശ്വാസം കൊണ്ട് ഉരുകി കിട്ടും, ചിലത് വിശ്വാസം കൊണ്ട് ഉരുകത്തില്ല. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കളെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാം പ്രോമിസിലുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം നമ്മളെ ജനിപ്പിച്ചപ്പോൾ, മനുഷ്യന്മാരെ ജനിപ്പിച്ചപ്പോൾ, ഇനി സൂര്യൻ ഉരുകി തീരണ വരെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദാനത്തിൽ വെച്ചിട്ടുണ്ട്. പുതുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം വാഗ്ദാനത്തിലുണ്ട്.
നിത്യത വരെ വാഗ്ദാനത്തിലുണ്ട്. അനുദിന ജീവിതം തൊട്ട് നിത്യത വരെയുള്ള എല്ലാ ഓഫറിങ്സും ദൈവം വാഗ്ദാനത്തിൽ വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? 15:6 ഉൽപ്പത്തി പുസ്തകം അനുസരിച്ചുകൊണ്ട് അവകാശമാക്കുകയാണ് ചെയ്യണത്, ഇല്ലേ? ഇപ്പം ഈശോ ഈ അവകാശമാക്കുന്നതിലാണ് നിബന്ധന വരണത്. ബൈബിൾ നിയോഗമെന്ന് പറയുമ്പോൾ ബൈബിൾ പറയണത്, നിയോഗമെന്ന് പറയുന്നതിന് പകരം ബൈബിൾ പലപ്പോഴും ദൈവത്തിൻ്റെ നിയോഗം നമ്മുടെ സ്ഥാനത്ത് നിന്നേ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം പറയണത്, നിയോഗത്തിന് പകരം പറയണത് വാഗ്ദാനമെന്നാണ്. എന്നിട്ട് നമ്മൾ ഈ വാഗ്ദാനം എന്നാ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ അവകാശമാക്കുകയാണ് ചെയ്യണത്. ഈ അവകാശത്തിന് പകരം നമ്മൾ എന്താണ് കൊടുക്കണത്? ദൈവത്തിന് വിശ്വാസം കൊടുക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രത്യാശ കൊടുക്കും. ഇനി കുറച്ചുകൂടി കൂടിയ കേസാണെങ്കിൽ പ്രത്യാശ കൊണ്ട് നിൽക്കത്തില്ല. എന്ത് കൊടുക്കും? സ്നേഹം കൊടുക്കും. എബ്രഹാം വിശ്വസിച്ചോ, അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നില്ലേ? അതാണ് സംഭവം. നമ്മൾ വാഗ്ദാനം ഓൾറെഡി ഗിവണാണ്. ഇപ്പം ഈശോ കുർബാന സ്ഥാപിച്ച എന്തിനാ? അത് ഉടമ്പടിയാണ്. ദൈവത്തിന് ഉടമ്പടിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഞ്ഞി കപ്പ തൊട്ടുള്ള അനുദിനമായ കാര്യങ്ങൾ തൊട്ട് നിത്യത വരെയുള്ള കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഉടമ്പടിക്ക് ഷാർപ്പായിട്ട് അനുഗ്രഹം കിട്ടുന്ന കാര്യം. ഇതാണ്. ഇപ്പം എബ്രഹാത്തിനോട് പറഞ്ഞാലും ശരി, മോസസിനോട് പറഞ്ഞാലും ശരി, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? ഉടമ്പടിയാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് നിൻ്റെ സന്താനങ്ങൾക്കും ഞാൻ നൽകും. സ്ഥലം എന്താ? ഇടം. എന്തിനാ? നിൽക്കാനും വളരാനുമുള്ള സ്ഥലമാണ്. സ്ഥലം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലേ? നമ്മൾ സെൻറ്റ് വെച്ച് അളക്കണ പീസ് കിട്ട് മാത്രമല്ല. സ്ഥലമെന്ന് വെച്ചാൽ ഭൗതിക സാഹചര്യം. നമ്മൾ നിൽക്കാനും നമ്മൾ വസിക്കാനും വളരാനുമുള്ള ഇടമാണ് സ്ഥലം. വസിച്ചാൽ മാത്രം പോരല്ലേ, വളരണ്ടേ? വസിച്ചാലും വളരാനും ജീവിതം കൈമാറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ വളർന്നത് നിലനിന്ന് പോകാൻ വേണ്ടിയാണ് സന്താനം. മനസ്സിലായില്ലേ? നമ്മൾ വളർന്ന് നമ്മൾ നേടിയത്. ഇപ്പം നമ്മൾ എന്തിനാ അധ്വാനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയാണെന്ന് ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബീജത്തിന് ഓട്ടമില്ല, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അച്ഛൻ വിട്ടു തരാത്തതിൻ്റെ കാരണം എന്താ? അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സന്താനം. അതിന് IVF എടുത്തിട്ട് നടന്നില്ലെന്ന് പറഞ്ഞാലും അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. എന്താ കാര്യം? IVF നടന്നില്ല വെച്ചാൽ 2 IVF കഴിഞ്ഞു, ഇനി ഒരു അണ്ടം ഫ്രീസറിൽ ഇരിപ്പുണ്ട്, അത് തരണമെങ്കിൽ 75,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കിട്ടിയാലും അബോർഷനാകണ സ്വഭാവമാണ് എൻ്റെ യൂട്രസിനുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? നമ്മളപ്പോഴും ദൈവത്തെ പറയും, കർത്താവേ അറ്റ് എനി ലീസ്റ്റ് ചാൻസ് ആണെങ്കിലും കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയും. എന്താ കാര്യം? കുഞ്ഞിനെ കൊടുക്കുക എന്നുള്ളത് ആദ്യം പോലെ സ്ഥലത്തിൻ്റെ കൂടെ ഉള്ളതാണ് സന്താനം. ഇനി ഇൻ കേസ് എന്നിട്ടും നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലോ, നമ്മളത് സുന്ദരമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് എടുത്തിട്ട് സമർപ്പിച്ച് കളയും. അപ്പോഴേ സമർപ്പണമുള്ളൂ. പറഞ്ഞു, സമർപ്പണമെന്ന് പറയണത് നിനക്കറിയാവോ? സമർപ്പണമെന്ന് പറയണത് ഈ സ്നേഹം കഴിഞ്ഞു വരേണ്ട സംഭവമാണ്. ഒരു ദൈവവൈതലിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവൾ ഭൂമി വെച്ച് തന്നെ പുണ്യപ്പെട്ട് കഴിഞ്ഞ്. മനസ്സിലായ? ആർക്ക്? അതായത് ഇപ്പം തന്നെ ഈശോനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ എന്നാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് എല്ലാം തക്ക സമയത്ത് ഓർപ്പിച്ച് തരുമെന്ന് പറഞ്ഞില്ലേ? പഠിപ്പിക്കും. ഇപ്പം യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് നിങ്ങളെ തക്ക സമയത്ത് പഠിപ്പിക്കും, നിങ്ങളെ ഓർപ്പിക്കും. എന്നാ അങ്ങനെ പറയണത്? ഈശോ എല്ലാം പഠിച്ചത് ആരാ വഴിയാ? പരിശുദ്ധാത്മാവ് വഴിയാ. ഈശോയുടെ അവസാനം പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ? ഈശോ ഇനി അപ്പായെ കാണാത്ത കാലം വരും. സൂചന കൊടുത്തായിരുന്നു നേരത്തെ. നീ നിൻ്റെ ജീവിതത്തിൽ ആരെയും കണക്കാക്കിയിട്ടില്ല.
ഈശോയുടെ ജീവിതം ആരെയും കണക്കാക്കാത്ത ജീവിതമാണ്. അതുകൊണ്ടാണ് ഈശോ പിടിച്ചു തന്നത്. ഇപ്പം അപ്പൻ സഹായിക്കും, പേരമ്മ സഹായിക്കും, അളിയൻ സഹായിക്കും, അനുജൻ സഹായിക്കും. ഇങ്ങനെ കണക്കാക്കിയതാണല്ലോ നമുക്കുണ്ടാകുന്ന അബദ്ധം. നിങ്ങൾക്കുണ്ടാകുന്ന നിരാശയും സങ്കടവും വൈരാഗ്യവും എല്ലാ പ്രതിലോഭ വികാരങ്ങളും എന്താ? നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചു. അതല്ലേ? അനിയത്തെ സഹായിക്കും, അല്ലെങ്കിൽ അയൽവാസി സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ സഹായം കൊടുത്ത ആൾക്കാർ നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ച കൊണ്ടല്ലേ സഹായം കിട്ടാതെ വന്നപ്പോൾ നമുക്ക് നിരാശയും സങ്കടം. ടേക്ക് അവേ ഓൾ തിങ്സ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയണം. ആരോടെങ്കിലും നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നീരസം അവർ തക്ക സമയത്ത് നമ്മളെ സഹായിക്കാതിരുന്നതാണെങ്കിൽ അതിൻ്റെ പേരിലാണ് നിനക്ക് നെഗറ്റീവ് ഫീലിങ്സ്, സ്നേഹത്തിൻ്റെ രാഹിത്യം, നിരാശ, സങ്കടം, പ്രതികാരം, ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടായെങ്കിൽ ലീവ് അവേ ഓൾ തിങ്സ്. എപ്പോഴും ഫ്രാൻസിസ് ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു, ടേക്ക് അവേ ഓൾ തിങ്സ്, എനിക്ക് ആത്മാവിനെ തരികയെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവശക്തി നിറയാനുള്ള ഒരു മാർഗമാണ്. എല്ലാം എടുത്തുകൊള്ളാൻ പറയും. ഇതെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഈശോ പക്ഷേ അതിന് ജയിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ഈശോ ആദ്യമേ ഒരു കണക്ക് കൂട്ടിയായിരുന്നു. ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങളിൽ ഞാൻ ആശ്രയം വെക്കുന്നില്ല. ആരിലും ഞാൻ ആശ്രയം വെക്കണില്ല. എന്നിട്ട് എന്താ? നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകുന്ന കാലം വരും. ദൈവവേദലെ മനുഷ്യൻ, നിൻ്റെ അമ്മയായാലും നിൻ്റെ അപ്പനായാലും എപ്പോഴെങ്കിലും ഇട്ടേച്ചും പോകും, ഉറപ്പാണ്. മനഃപൂർവ്വമായിരിക്കണം നിർബന്ധമില്ല, നിർബന്ധമില്ല. നമ്മൾ ആശുപത്രിയിലോ ഒന്ന് വെന്റിലേറ്ററിലോ ICUയിലോ കിടന്നു കഴിഞ്ഞാൽ എത്ര നേരം നമ്മുടെ അടുത്ത് അവർക്ക് നിൽക്കാൻ പറ്റും? ഇല്ല. പുറത്ത് ജാഗ്രതയോടെ എത്ര സമയത്ത് ഇരിക്കാൻ പറ്റും? ഇല്ല. അവരവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ നേഴ്സുമാർ വന്ന് അവർ വഴക്കൂടെ, ഇതാണ് കൊച്ചു നോക്കാമെന്ന ആൾ, കൊള്ളാം, നല്ല പണിയായി എന്ന് അവർ വഴക്കിടും. പക്ഷേ അവർക്ക് വഴക്കിട്ടിട്ട് കാര്യമില്ല, അവർക്ക് പരിമിതികളുണ്ട്. ദൈവവേദനെ നീ ആശ്രയം വെക്കുന്നവർക്ക് പരിമിതികളുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഒരു പരിമിതിയുമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. കൈ അടിച്ചു കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, മനം ഉയർത്തി സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കണേ. നിങ്ങളുടെ വിഷയങ്ങൾക്കിവിടെ പ്രസക്തിയില്ല. എന്താ കാര്യം? അത് പറയാൻ അമ്മയുണ്ട്. അവർക്ക് വീഞ്ഞില്ലെന്നോ ഉദ്യോഗമില്ലെന്നോ കടമാണെന്നൊക്കെ പറയാൻ ഒക്കെ ആളുണ്ട്, പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. അപ്പം നിങ്ങളിവിടെ സന്തോഷമായിരുന്നാൽ മതി. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കർത്താവേ സമർപ്പിക്കുന്ന കർത്താവേ സമർപ്പിക്കുന്ന കർത്താവേ സമർപ്പിക്കുന്ന യേശുവേ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഈശോ ആരിലും അവലംബിച്ചില്ല. അവലംബങ്ങൾ നാളെ നമുക്ക് ആദികളും സങ്കടങ്ങളും ഉണ്ടാക്കും. ഈശോ ആരെയും അവലംബിച്ചില്ല, ശിഷ്യന്മാരെ പോലും അവലംബിച്ചില്ല. അവർ നമ്മളെ സഹായിക്കണേ സഹായിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ അവലംബം വെക്കരുത്. അവലംബിച്ചാൽ നാളെ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. മക്കളെ, അവലംബങ്ങൾ വെച്ചാൽ സങ്കടം മാത്രമല്ല, പ്രസരണ നഷ്ടമുണ്ടാകും. എന്നാ ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്? KCBക്കാരുടെ വർത്തമാനമാണ്. KCBക്കാർ കുറേ കറണ്ട് ഉണ്ടാക്കുമല്ലോ ഇടുക്കിയിലെ. അത് ആലപ്പുഴ വരുമ്പോൾ കുറേ മരങ്ങളിലും ഒക്കെ തട്ടിയും മുട്ടിയും, പിന്നെ കുറേ കമ്പി തന്നെ കുടിക്കും കറണ്ട്. അവർ വരുന്ന പണ്ട് ചെമ്പ് കമ്പിയായിരുന്നു, ഇപ്പോൾ അലൂമിനിയം കമ്പിയല്ലേ. അപ്പോൾ കുറേ കമ്പി തന്നെ കറണ്ട് കുടിക്കും. അവർ 100 വാട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആലപ്പുഴ വരുമ്പോൾ അത് മിക്കവാറും 55 ആകും. അതിനാണ് പ്രസരണ നഷ്ടമെന്ന് പറയണത്. ഈ പ്രസരണ നഷ്ടം ആധ്യാത്മികതയിലും ഉണ്ട്. നമ്മൾ അപ്പൻ സഹായിക്കും, അളിയൻ സഹായിക്കും, ആങ്ങളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്രയം വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രസരണ നഷ്ടമുണ്ടാകും.
ഈശോ ശിഷ്യന്മാരെ സഹായിക്കുമെന്നൊന്നും ആൾ കരുതിയില്ല. ഈശോ പറഞ്ഞത്, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, എന്താണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ചും പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഈശോൻ്റെ അനുഭവം നോക്കാനാണെങ്കിൽ അവസാനം പിതാവും ഈശോനെ ഉപേക്ഷിക്കുന്നുണ്ട്. പിതാവ് ഉപേക്ഷിക്കത്തില്ലേ? ഈശോക്ക് തോന്നിയതാ. നമുക്കിതുപോലെ തോന്നലുണ്ടാവുകയെ. പിതാവ് ആരെയും ഉപേക്ഷിക്കത്തില്ല. ഈശോക്ക് തോന്നിയതാ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാ അച്ഛാ ഇങ്ങനെ പറയണത്? ഈശോക്ക് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ തോന്നുമോ? അതല്ല മക്കളെ, ഈശോ മനുഷ്യരൂപത്തിലല്ലായിരുന്നോ? മാംസത്തിലല്ലായിരുന്നോ? ഈ മാംസത്തോട്ട് ഇവർ രാത്രി മുഴുവൻ എന്നാ കാണിച്ചത്? ഫ്ലജല്ലോ എന്ന് പറയുന്ന ആ ചൂണ്ടച്ചമ്മട്ടിയില്ലേ, അതുകൊണ്ട് വലിച്ചടിച്ച് ആ അടിയിൽ 7 ചമ്മട്ടിയല്ലേ അടിക്കണത്. അങ്ങനെ 121 പ്രാവശ്യമോ 151 പ്രാവശ്യമോ അടിക്കണില്ലേ? അടിയെല്ലാം കൊണ്ടു കഴിയുമ്പോൾ ഈ ചൂണ്ട പൂണ്ട് പിടിക്കും ശരീരത്തിലെ. എന്നിട്ട് അത് പറിച്ചല്ലേ എടുക്കണത്. അപ്പോഴ് ശരീരം ഇങ്ങനെ തുറന്ന് പോകും. അതിൽ നിന്നെല്ലാം ചോര വന്ന് വറ്റി വാർന്ന് ഉണങ്ങി പ്രാണൻ ഇങ്ങനെ ബോധം പോകും. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റും? അപ്പനടുത്ത് നിന്നാലും അറിയാണ്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമുക്ക് നല്ല വേദന. ഇപ്പോൾ ചില ആൾക്കാർക്ക് അസ്ഥിയൊക്കെ ഒടിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ അപകടമൊക്കെ വരുമ്പോൾ അസ്ഥി ഒടിയുമ്പോൾ നമുക്ക് പ്രാണവേദനയായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും നമ്മുടെ കൂടെ നിൽക്കണത്. അവരെന്നാ സ്നേഹം കാണിച്ചാലും എന്ത് പരിചരണം കാണിച്ചാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായി? അപ്പോൾ അവർ പരിചരണം കാണിക്കഴിഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ വേദന കാരണം നമ്മൾക്കത് അനുഭവപ്പെടുന്നില്ല. പല കാര്യങ്ങളും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈശോയ്ക്കും അങ്ങനെയാണ് സംഭവിച്ചത്. ഈശോനെ അപ്പൻ ഉപേക്ഷിച്ചതല്ല. ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ തീവ്രത കാരണം അപ്പൻ്റെ സ്നേഹം ഈശോയ്ക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഭൂമിയാണിത്. മനസ്സിലായില്ലേ? ദൈവം കൂടെ നിന്ന് നമ്മളെ ശ്രദ്ധിച്ചാൽ പോലും വേദനയുടെ തീവ്രതയിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകാത്ത ചില നിമിഷങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. മനുഷ്യന്മാരിങ്ങനെ 10,000 കൊല്ലം ഇവിടെ ജീവിച്ചെങ്കിലും ഈ ഭൂമി തരുന്ന വേദനയുടെ ചില നിമിഷങ്ങളിൽ എന്നാ ഒരു മറുകൃതി ചെയ്യണമെന്നുള്ളത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് അറിയത്തില്ലായിരുന്നു. സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, അങ്ങനെ മഹാരഥന്മാർ എന്തുമാത്രമാണെങ്കിലും ഈ വേദനയുടെ തീവ്രതയിൽ കൈവിട്ടപ്പെട്ട അനുഭവം വരുമ്പോഴേ മനുഷ്യന്മാരെന്നാ ചെയ്യണമെന്ന് ഒരു മതക്കാരും ഒരു വിശ്വാസികളും മനുഷ്യരാശിയോട് പറഞ്ഞു കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജീസസ് കുറച്ച് കഴിയുമ്പോൾ അവസാന നിമിഷമാകുമ്പോൾ അപ്പം നിൻ്റെ കൂടെ നിന്നാലും നിനക്കപ്പനെ ഫീൽ ചെയ്യത്തില്ല. അപ്പം നീ കാറ് നിലവിളിക്കും, അപ്പാ എന്താണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ അപ്പനെ ഫീൽ ചെയ്യാത്ത സമയം വന്നാൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ചെവിയിൽ പറഞ്ഞു, എന്ത് ചെയ്യണം? സമർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈശോ അടുത്ത നിമിഷം അതേ ശ്വാസത്തിൽ തന്നെ പറഞ്ഞു, അപ്പാ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കും. ദിസ് ഈസ് ബെറ്റർ ദാൻ ലവ്. ദിസ് ഈസ് മോർ ദാൻ ലവ്. ഈ സമർപ്പണമെന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹത്തേക്കാൾ വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറച്ചാണ് കർത്താവ് മനുഷ്യരാശിയെ പഠിപ്പിച്ചത്. കൈ അടിച്ച് കർത്താവ് സംസാരിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കും, കുറേ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വചനം കർത്താവ് തരും.
ആദ്യമേ തൊട്ട് തുടങ്ങുമ്പോൾ ബാക്കി അതാത് സമയത്ത് കർത്താവ് ഇങ്ങനെ കടുപ്പിച്ച് തരും. ഇപ്പം എന്നാ പറയണത്? സമർപ്പണം എന്നാണെന്ന് പറഞ്ഞത് നിധിയാണെന്ന് പറഞ്ഞ്. നിധി എന്ന് പറഞ്ഞാൽ നിത്യത കണക്കാക്കിയാണ് നിധി വരുന്നത്. ഇപ്പം ഇത് എങ്ങനെയാണ് ഈ ടോക്കിലേക്ക് വരാൻ, ഈ ആശയത്തിലേക്ക് വരാൻ കാര്യം എന്താണ് മകളെ? IVF 2 എണ്ണം കഴിഞ്ഞു, ഗർഭപാത്രം നിൻ്റെ കുഞ്ഞിനെ താങ്ങണില്ല, അത് അബോട്ടായി പോകുന്നു, ഇനി ഒരു അണ്ടമേ ഉള്ളൂ ഫ്രീസറിൽ, അതിന് 75 രൂപ കൂടി മുടക്കിയാൽ അത് കൂടി വെച്ച് തരാം, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും നമ്മളെന്നാ ചെയ്യും? നമ്മളും കർത്താവിനെ കൊണ്ടുവന്നിട്ട് അവളെ മാതാവിൻ്റെ മുമ്പ് നിർത്തിയിട്ട് പറയും, അവിടെ വയറെ തൊടും, അടിവയറ്റിൽ തൊട്ട് പറയും, അമ്മേ കൊടുക്കാൻ എന്തെങ്കിലും ലീസ്റ്റ് ചാൻസ് ഉണ്ടെങ്കിൽ അമ്മ ഈ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും. എന്താ കാര്യം? അമ്മയുടെ അനേകം കുഞ്ഞുങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോഴമ്മ പറയും അവളെ സംബന്ധിച്ചുള്ളത് സമർപ്പണമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനേക്കാളും 1000 കുഞ്ഞുങ്ങളുടെ നിധിയാണത്. കർത്താവ് നേടിയെടുത്ത അതാണല്ലോ. ദൈവവേദന നീ ഓർക്കണം. എൻ്റെ മക്കളെ, നിങ്ങളൊരു കാലത്ത് പറയും കർത്താവ് തന്നതിനേക്കാൾ വലുതായിരുന്നു കർത്താവ് തരാതിരുന്നതെന്ന്. തന്നതിന് സ്നേഹം വരെ മതിയാവും, തരാത്തതിന് സമർപ്പണം വേണ്ടി വരും. തന്നതിന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം വരെ ദൈവിക പുണ്യങ്ങൾ മതിയാവും, തരാത്തതിന് എന്ത് വേണം? സമർപ്പണം. എൻ്റെ ദൈവം എന്തെങ്കിലും കാര്യം ദൈവം തരാത്തതുണ്ടാകണം. ഇപ്പം നിങ്ങൾ ചെറിയ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ നല്ല അമ്മയാണ്, എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്നെ 10ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആരാണ് ഭർത്താവ്, ആരാണ് ഭർത്താവിൻ്റെ അമ്മ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചതും ഒത്തിരി പ്രാർത്ഥിച്ചാണ്. എന്നിട്ട് പിന്നെ ഇവർ സംസാരിക്കത്തില്ല എൻ്റെ ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാവോ? അവർ പറഞ്ഞതും പഠിച്ചതും ഒന്നുമല്ല അവർക്ക് കിട്ടിയിരിക്കണത്. അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ സർവൈവ് ചെയ്യണം. ഐ കാൺ സർവൈവ്. എൻ്റെ കുഴപ്പമല്ല, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ വാ പൊളിച്ച തെറിയേ പറയത്തുള്ളൂ. അയാളുടെ സെക്സ് പോലും ചുമ്മാ ആളെ ഉപയോഗിക്കണം എന്നല്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയല്ല. അത് ഇനി അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ മടുത്തെന്ന് അവൾ പറയണില്ല, അവൾക്ക് നല്ല ആധ്യാത്മികതയുള്ളത് കൊണ്ട് പറയത്തില്ല. പക്ഷേ എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. ഞാൻ മടുത്തെന്ന് പറയണില്ല, കർത്താവ് തന്നതല്ലേ, ഈശോയും ഈ പാനപാത്രം തന്നതല്ലേ എന്ന് അപ്പാ തന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. അതാ നിന്നോടാണ് ഇപ്പോൾ ഈശോ സംസാരിക്കണത്, മകളെ സമർപ്പിക്കണമെന്ന്. എന്താ കാര്യം? പിതാവിൻ്റെ ആബ്സൻസ് തോന്നണ വിഷയം, പിതാവിൻ്റെ ആബ്സൻസ് തോന്നണ വിഷയം എന്നാ? പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം എന്നാ? പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം നിത്യതയുടെ വിഷയമാണ്. നിത്യതയുടെ വിഷയം, നിത്യതയുടെ ആസ്തി ഉണ്ടാക്കുന്നത് ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആഭവത്തിൽ നിന്നാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? എന്തെങ്കിലും കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് ജീവിതത്തിൽ ഉണ്ടാവണം. അത് പിതാവിൻ്റെ ആഭവം, ആബ്സൻസ് ഓഫ് ഗോഡിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. ദൈവത്തിൻ്റെ ആഭവത്തിൻ്റെ ദൈവം ആ മേഖലയിൽ പ്രവർത്തിക്കണില്ല, അവിടെ ആഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അതെന്തിനുള്ളതാണ്? സമർപ്പണത്തിനുള്ളതാണ്. ഇത് നോൻപ് കാലമാണ്. ദൈവമാണ് നിന്നോടും എന്നോടും ഒരിക്കൽ സംസാരിക്കണത്. എന്നോട് നേരത്തെ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുകയല്ല, നിന്നോടും എന്നോടും ഇപ്പം തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ആഭവത്തിൻ്റെ സ്ഥലം, ആഭവത്തിൻ്റെ അനുഭവങ്ങൾ എന്തിനുള്ളതാണ്? സമർപ്പിക്കാനുള്ളതാണ്. സമർപ്പണം എന്തിനുള്ളതാണ്? ആത്മാവിൻ്റെ മഹത്വത്തിനുള്ളതാണ്. മഹത്വം എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇയാൾ ഈ വിറകഷ്ണത്തിൽ ഈ പരുവത്തിലായത് എന്തിനു വേണ്ടിയാണ്? നിത്യതയാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി പോലും അച്ഛൻ പറഞ്ഞു എന്താണ്? ദിവ്യകുർബാന പോലും ഒരു ഉടമ്പടിയാണ്, ആണല്ലോ. ഉടമ്പടി അല്ലാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? എബ്രഹാത്തിൻ്റെ കാലം മുതൽ എബ്രഹാത്തിനോട് ചെയ്തത് ഓറൽ കവനൻറ്റ്, വാചിക ഉടമ്പടി. മോസസിനോട് ചെയ്തത് റിട്ടൺ കവനൻറ്റ്, എഴുതി കൊടുക്കുന്ന രേഖാമൂലമുള്ള ഉടമ്പടി. ഈശോയിലൂടെ ചെയ്തത് ചെയ്യണ ഉടമ്പടിയാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി
ചെയ്യുവിൻ. ചെയ്യണ ഉടമ്പടിയാണ്. ചെയ്യണ ഉടമ്പടിയിൽ എന്താ ഉണ്ടായിരുന്നത്? നിത്യതയാണ് വാഗ്ദാനം. നമ്മുടെ ജോലി ഒന്നുമല്ല വാഗ്ദാനം. ചെയ്യണ ഉടമ്പടി കുർബാനയിൽ എന്താണ് വാഗ്ദാനം വെച്ചിരിക്കുന്നത്? നിത്യതയാണ് വാഗ്ദാനം. ഇപ്പോൾ കുർബാനയുടെ പെരുന്നാൾ വരാൻ പോകണ്ടേ? മനസ്സിൽ ഓർത്തേക്കണം. ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാലും നമുക്ക് കുർബാനയ്ക്ക് സ്ഥാപിച്ചതിന് പകരം നന്ദി പറഞ്ഞ് നമ്മൾ തീരത്തില്ല. അത്രയ്ക്ക് വലുതാണ് കുർബാനയുടെ വാഗ്ദാനം. എന്താണ്? എബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം എന്താണ്? സ്ഥലവും സന്താനവുമാണ്, ഇല്ലേ? എല്ലാ ഉടമ്പടിക്കും വാഗ്ദാനങ്ങളുണ്ട്. മോസസിനോട് ചെയ്ത വാഗ്ദാനം എന്താണ്? ഒരു രാജ്യമാണ്, ഇല്ലേ? അപ്പോൾ എബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം എന്താണ്? നീ എൻ്റെ മുമ്പാകെ നിന്നാൽ മതി, വിശുദ്ധി പ്രാപിച്ചാൽ മതി. മോസസിനോട് എന്ത് ചെയ്ത വാഗ്ദാനം? 10 നിബന്ധന കൊടുത്തു. മോസസിന് ഒരു നിബന്ധനയല്ല, രാജ്യം തരാം. പക്ഷേ രാജ്യം തരുമ്പോഴെന്ത് ചെയ്യണം? 10 നിബന്ധന ഉണ്ട്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിന് നാം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവ് കർത്താവ് കർത്താവ്, അതാണ് ആദ്യം. ഉടമ്പടി ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കുർബാനയ്ക്ക് മുമ്പും ഈശോ അത് തന്നെയാണ് പറഞ്ഞത്. മോസസിനോട് പറഞ്ഞ നിബന്ധന തന്നെയാണ്. നിബന്ധനയ്ക്ക് മാറ്റമില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്, അല്ലേ? കാലുകഴുകിയപ്പോൾ എന്താ പറഞ്ഞത്? കുർബാന സ്ഥാപിക്കുന്ന മുമ്പ് ചെയ്ത കാര്യം എന്താണ്? കാല് കഴുകി ദാസനായി തീർന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ 13:13 നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. എൻ്റെ അർത്ഥം എന്താണ്? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. കൈയടിച്ച് കർത്താവ് തന്നെ. അതാണ് അതായത് നിങ്ങളുടെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നോ ഓപ്ഷനാണ്. അതായത് നോ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ മക്കളെ, പ്രാർത്ഥന മുടങ്ങിപ്പോണത് വരെ നോ ഓപ്ഷൻ്റെ അണ്ടറിൽ വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഒരു കുർബാന മുടങ്ങിപ്പോണ്, അതുപോലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന വിഷയങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവയുടെ അപ്പടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. എന്തിനാ എഴുന്നേൽപ്പിച്ചെന്നറിയാവോ? ചില ആൾക്കാരൊക്കെ എന്തോ അത്യാവശ്യ കാര്യത്തിന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എഴുന്നേൽപ്പിച്ച് എല്ലാം എഴുന്നേറ്റ്. ചിലവർക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യക്കാര്യം മാനുഷികമായ ആവശ്യങ്ങൾ വരത്തില്ലേ? ഒന്ന് എഴുന്നേറ്റ്. ഇനി എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവിൻ്റെ വചനം കേട്ടാൽ മതിയേ. കുറച്ച് നേരം എഴുന്നേറ്റ് കേൾക്കാം. അപ്പോൾ അത്യാവശ്യക്കാർക്ക് പോയി വെള്ളം കുടിക്കുക എന്നൊക്കെ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അതിനെ കൊണ്ടൊക്കെ ഏറ്റുപറയുകയും ഹൃദയത്തിലൊക്കെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവേ, ഞങ്ങൾ നിബന്ധന കളങ്കമാവും. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം നിൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവനുണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ആൾ ചുറ്റിക്കളിക്കാരനാണെന്ന് വിചാരിച്ചോ? ചുറ്റിക്കളി എന്ന് പറഞ്ഞാൽ എന്നാ? വാട്സപ്പ് എടുത്തിട്ട് വേറെ പെണ്ണുങ്ങളായിട്ട് ലൈൻ അടിക്കാനാണ് ചുറ്റിക്കളി എന്ന് പറയുന്നത്. അച്ഛൻ നേരെ സംസാരിക്കുകയാണ്. എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, നമ്മളിങ്ങനെ മൂടി വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കറിയാം ഇവൻ തരികിടയാണ്, ഇവന് വേറെ ചില കേസ് കെട്ടൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അമ്മ മിണ്ടത്തില്ല. അമ്മ എന്താ മിണ്ടാത്തത്? അതെങ്ങാനും ഇപ്പം പണ്ട് ലഘുവും ചോദിച്ചില്ലേ കർത്താവിനോട്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? അതുപോലെയുള്ള ലഘുവിനെ പോലെ അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്നാ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കുമോ? അമ്മയ്ക്ക് അതല്ല പ്രശ്നം. അതിന് 20,000 രൂപ വെച്ച് അമ്മയ്ക്ക് മന്ത്ലി കൊടുക്കും. ആ കൈ മിക്കവാറും പുറകോട്ട് വരിക്കാൻ സാധ്യതയുണ്ട്. ഇവന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അടുത്തൂണില്ലേ, പഴയ ഭാഷയാണത്, അതായത് ഓഹരി, അമ്മയ്ക്ക് കൊടുക്കുന്ന
ജീവനാംശം പോലെ കൊടുക്കുകയാണ്, സർവൈവൽ സസ്റ്റനൻസ് ഇല്ലേ കൊടുക്കണ ഓഹരി ഇല്ലേ, അതവൻ കൊടുക്കത്തില്ല. അപ്പോൾ അവൻ കാശെങ്ങാനും തരാതിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്നാ വേണം കാണിക്കട്ടെ, നമ്മളങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ വിഷയത്തെ ആരാ പറയേണ്ടത്? അമ്മയാണ് ഒന്നാമത്തെ ആൾ പറയേണ്ടത്, അല്ലേ? അമ്മ പറയാത്ത എന്താ കാര്യം? അമ്മ എങ്ങാനും പറഞ്ഞാൽ മാസം മാസത്തോടെ 20,000 രൂപ ചിലപ്പോഴേ 10 പോവും. അപ്പം 10 രൂപ കുറയണത് കാരണം അമ്മ അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് എതിരെ നിൽക്കും. അതെന്താ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ സഭയ്ക്ക് ഇപ്പം ആരായി? 10 രൂപയായി. അതാണ് വിഷയം വരണത്. ചില സമയത്ത് നിബന്ധനകൾ നമ്മുടെ നിയോഗത്തെ ഡാമേജ് ആക്കും. മക്കളെ, എന്താ പ്രശ്നം വെച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മൾ ആദ്യം എന്നാ വായിച്ചത്? ദൈവവചനം സജീവവുമാണ്, അത് പാസീവല്ല, ആക്റ്റീവാണ്. ദൈവവചനം സജീവമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഡെഡ് വേർഡില്ല, മരവിച്ച വചനമില്ല, നിർവീര്യമായ വചനമില്ല, പവർ പോയ വചനമില്ല. വചനം എക്കാലവും ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അതെത്ര മാറ്റിലാണ് കർത്താവ് ആദ്യം ആ വചനം പറഞ്ഞത്. ആ വചനം സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം കാലം, പ്രപഞ്ചം അസ്തമിക്കുന്നിടത്തോളം കാലം ആ വചനം അതേ ശക്തി തന്നെ നിൽക്കും. കാലം മാറിപ്പോകാം. ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയപ്പോഴേ സ്വതന്ത്രമായ സെക്സ് അനുവദിക്കുന്ന ഒരേ ഒരു രാജ്യങ്ങളൊന്നാണ് സ്പെയിൻ എന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നുപോയി അത് കേട്ടപ്പോൾ. അത് കത്തോലിക്ക രാജ്യമായിരുന്നു സ്പെയിൻ എന്ന് പറഞ്ഞത്. അപ്പോഴേ 10, 12, 14 വയസ്സുള്ള ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഫ്രീ സെക്സ്, ഒരു പുതപ്പും മൂടിയിട്ട നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു പുതപ്പും മൂടി മാത്രം തെരുവിൽ മൂടിയിട്ടാൽ മതി എന്നാണ് പറയണത്. നോക്കിയേ, കാലം മാറിയ പോക്ക് കണ്ടില്ലേ? കാലം മാറിയാലും ദൈവവചനത്തിൻ്റെ പവർ മാറുന്നില്ല. അതാരും വിചാരിക്കണ്ട. ശാസ്ത്രം വളർന്നു എന്നൊക്കെ പറയാം, സംസ്കാരം മാറിയെന്ന് പറയാം. പക്ഷേ 21:34 ഹെബ്രായർ 12:4-12 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത്. ലുക്ക 21:34 അനുസരിച്ച് 36 ഹെബ്രായർ 4:12 മാറ്റാത്ത വചനമാണ്. കാലം മാറിയാലും മാറാത്ത വചനമാണ്. എന്ത് മാറുന്നില്ലെന്നാണ് പറയണത്? ദൈവവചനം സജീവമാണെന്ന്. പിന്നെന്താ പറയണത്? ഊർജ്ജസ്വലം. ഇനി 5000 കൊല്ലം കഴിഞ്ഞാലും ദൈവവചനം ഊർജ്ജസ്വലമാണെന്ന്. അതെന്ത് ചെയ്യും? അത് സന്ധിബന്ധങ്ങളെയും മാംസപേശികളിലും അന്തരംഗങ്ങളിലും തുളച്ച് കയറും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയണത്? മനുഷ്യൻ്റെ ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം നിയോഗം വിവേചിക്കും. അപ്പം ഈ അമ്മ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ മകൻ്റെ തിന്മയ്ക്ക് അമ്മ മൗന അനുവാദം കൊടുത്തിട്ടുണ്ട്, മിണ്ടിയിട്ടില്ലത് ഇല്ലേ? അമ്മയ്ക്ക് അവിടെ കർത്താവിനേക്കാൾ വലുത് മകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വലുത്. അതൊക്കെ എന്താ വരണത്? 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്, നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിൻ്റെ പക്ഷം ചേരണമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നാൽ, നിങ്ങൾ അതിൽ നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ പക്ഷം ചേരുമ്പോഴാണ് നമ്മൾ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുന്നത്. അച്ഛൻ ആദ്യം പറഞ്ഞ മക്കളോട് ഓരോ ഘട്ടമുണ്ട്. ഈയമുരുക്കാൻ 360 ഡിഗ്രി, ചിലത് 302 ഡിഗ്രി. ഈ വചനങ്ങളുള്ള പ്രത്യേകത എന്താ? ലോകസ്ഥാപനം മുമ്പ് തുടങ്ങി ഇന്ന് വരെ മനുഷ്യന് ആവശ്യമായ എല്ലാം നിത്യത വരെയുള്ള സംഭവങ്ങൾ ദൈവം വാഗ്ദാനമായി നൽകിയിരിക്കുന്നതാണ് വചനം. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ എന്താ ചെയ്യണത്? ഈ നമുക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങളുടെ ദാനം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം. മനസ്സിലായോ മക്കളെ? വാക്കിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നിൻ്റെ IELTS
നിൻ്റെ പ്രൊമോഷനും നിൻ്റെ PR-ഉം നിൻ്റെ എമിഗ്രേഷനും എല്ലാം നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ചെയ്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ മധ്യസ്ഥം വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ വിശ്വാസം ചില ഈ വാഗ്ദാനങ്ങളിരിക്കുന്ന ദാനത്തെ വിശ്വാസം കൊണ്ട് ചിലത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? പ്രത്യാശ വരും. പ്രത്യാശ എന്ന് പറയാൻ എന്താണ്? പ്രത്യാശ റോമ 5:5 അനുസരിച്ച് കൊണ്ട് കഷ്ടത സഹനശീലം പ്രത്യാശയും. ഇപ്പം ടീനയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം എന്നറിയാവോ? അതിലൊരു വിശ്വാസമുണ്ട്. അപ്പം വിശ്വാസത്തിൽ അവൾ ഉടമ്പടി ചെയ്തപ്പോൾ എന്നാ പറ്റി? അവരെന്നാ പറഞ്ഞത്? ഓസ്ട്രേലിയയിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൽ ഇൻ്റർവ്യൂ ബോർഡിന് അത് വിസിബിളായിട്ട് വന്നാൽ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അവരുടെ വീഡിയോ എടുക്കാൻ അതിൻ്റെ അധികാരികളോട് പറഞ്ഞു. വീഡിയോ കേട്ട ബോർഡിന് അതങ്ങ് അക്സെപ്റ്റബിളായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞു. കേസ് സ്റ്റഡി പഠിക്കണം. ഉടമ്പടിയും ആധ്യാത്മിക ശാസ്ത്രവും കേസ് സ്റ്റഡി പഠിക്കണം. അവർ എങ്ങനെയാണ്? അപ്പോൾ അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്താ? 4 ലക്ഷം രൂപ ഉടനെ അടക്കണം. 4 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഡോളർ വേണം. ഡേറ്റ് ബാർ ഉള്ളതാണ്. ഇത്രയും പെട്ടെന്നുള്ള ഡേറ്റിന് ഇത്രയും കാശ് കിട്ടാൻ മാർഗമില്ല. അവളുടെ സാമ്പത്തിക സ്ഥിതിയാണ് അത്ര. ഡേറ്റ് കുറവാണ്. ഡേറ്റ് അപ്പം നമ്മൾ വളരെ ചിന്തിച്ചിട്ടും ഓരോരുത്തരും കാശ് കിട്ടാനുള്ള ഒരു മാർഗവും ഇല്ല. കാര്യം ഓസ്ട്രേലിയൻ ഡോളറിൽ വേണം അത് കിട്ടാനുള്ള മാർഗമില്ല. അങ്ങനെ ഇരുന്ന് വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം നിയമം മാറിയത് കൊണ്ട് മാത്രം വിഷയം നടക്കണില്ല. അടുത്ത പരീക്ഷണം വന്നു. അടുത്ത പരീക്ഷണം എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ വേണമെന്ന് അടുത്ത പരീക്ഷണം. അപ്പോൾ അടുത്ത പരീക്ഷണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ലെഡ് ഉരുകണം 365, വെള്ളി ഉരുകണത് 965. അത്രയും ചൂട് വേണം. പിന്നെ എന്ത്? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ശരണപ്പെടും. അതിനാണ് പ്രത്യാശ എന്ന് പറയുമ്പോൾ വിശ്വാസത്തേക്കാൾ കൂടിയ സാധനമാണ് പ്രത്യാശ. അതിനകത്ത് ഉപവാസം ഉണ്ടാവും, ദൈവത്തോടുള്ള ശരണമുണ്ടാവും. കാര്യം ദൈവത്തിലേക്ക് നമ്മൾ പിരിയത്തില്ല. വാക്കുകൊണ്ട് പിരിയത്തില്ല, നിലപാട് കൊണ്ട് പിരിയത്തില്ല, നയം കൊണ്ട് പിരിയത്തില്ല. ഈ എല്ലാ നിബന്ധനകൾക്ക് വന്ന എന്താണ്? നിബന്ധനയും നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിബന്ധനയ്ക്ക് പറ്റുന്ന ദൈവിക നിലപാടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അന്തരംഗം വിവേചിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് ഡിഡ്സ് യു ഈശോ ചോദ്യമാണ്. എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലെന്ന്. ലൂക്കാ 9:55 എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പോൾ അരൂപി ഇപ്പം എന്ത് നിബന്ധന എന്ത് നിയോഗം വെച്ചാലും നമ്മുടെ അരൂപി മോശമാണെങ്കിൽ വിവേചനം വരുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം അമ്മയുടെ അരൂപി കണ്ടില്ലേ? മകൻ എവിടെ പോയാൽ പാപം ചെയ്താലും ആത്മാവ് നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ളൊരു നിലപാടില്ലേ? ഈ നിലപാട് നിയോഗത്തെയും നിബന്ധനകളെയും ഒക്കെ ഡാമേജ് ആക്കും. ഇതിന് അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അപ്പം എൻ്റെ മക്കൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികമായും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ മാത്രം ശരണമേഖലയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഒരു രോഗിയെ സുഖമാക്കാൻ, ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ സുഖമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ എന്നാ കൊണ്ടാ അവനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ വക 18:8 ലൂക്കാൻ്റെ സുവിശേഷം 18:8. അപ്പോഴേ നിങ്ങൾ നോക്കിയേ, വിഷയങ്ങൾ വരുന്നതനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥന കൊണ്ട് നടക്കും, ചില വിഷയങ്ങൾ ഉപവാസം കൊണ്ട് നടക്കും, ചില വിഷയങ്ങൾ ഇത് രണ്ടും കൊണ്ട് നടക്കത്തില്ല. ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിലുണ്ടെന്നാണ് 18:8 പറയുന്നത്. പിന്നെ എന്നാ കൊണ്ട് നടക്കും? നമ്മൾ നിലപാടുകളിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ ടോട്ടൽ ഫോർ യു ദൈവത്തിൻ്റെ മാത്രമാകണം, ഓപ്ഷൻ ഇല്ല എന്ന്. അപ്പോഴെന്താണ്? അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷിത വേല ചെയ്യണത്.
വേലയും കൊണ്ട് നടന്ന് പത്രം കൊടുക്കണില്ലേ? പ്രേക്ഷിത വേലയാണ്. എന്താണ്? ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി ചെയ്യണില്ലേ? അതായത് നമ്മളുടെ മൂല്യം വർദ്ധിപ്പിക്കണം മക്കളെ. നമ്മുടെ സെൽഫ് എസ്റ്റീം ഇല്ലേ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല. സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവതിരുസന്നിധി നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കണം. വർദ്ധിത മൂല്യം, അഡീഷണൽ വാല്യൂ, അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഒരു മീനിൻ്റെ ഒരു മൂല്യമുണ്ട്. അത് അച്ചാറായി കഴിയുമ്പോൾ വർദ്ധിത മൂല്യമായി, വില കൂടിയില്ലേ? ഒരു മീനിന് ചിലപ്പോൾ ഒരു തിരുത ഒക്കെ അതിന് എന്താ ചിലപ്പോൾ 75 രൂപയാണ്. തിരുത അച്ചാറിടുമ്പോൾ 375ആയി. അതിൻ്റെ മൂല്യം കൂടി, വർദ്ധിത മൂല്യമായി. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി എന്താ ചെയ്യണത്? ഉടമ്പടി അവളുടെയും വില കൂട്ടും, മൂല്യം കൂട്ടും. ഉപവാസം മാത്രമല്ല, അതിലൂടെ മൂല്യം കൂടും. പ്രാർത്ഥന മാത്രമല്ല, അതിലെ മൂല്യം കൂടും. പിന്നെ എന്താണ്? കാരുണ്യ പ്രവൃത്തി ചെയ്യും. പിന്നെ എന്താണ്? പ്രേക്ഷിത പ്രവൃത്തി ചെയ്യും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മൂല്യം ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ എന്ന് ഈശോ പറഞ്ഞില്ലേ? അതാണ് ആഡഡ് വാല്യൂ, മൂല്യവർദ്ധനം. ദൈവ തിരുസന്നിധി സമ്പന്നൻ എന്താണ്? നാട്ടുകാരുടെ മുമ്പിൽ, പാർട്ടിക്കാരുടെ മുമ്പിൽ സമ്പന്നനായിട്ട് എന്നെ കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല. പിന്നെ എന്താണ്? ആടെ മുമ്പിൽ സമ്പന്നനാകണം. ലൂക്ക 21:12 ആടെ മുമ്പിൽ സമ്പന്നനാകണം ദൈവ തിരുസന്നിധിയിൽ. വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി? നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രേക്ഷിത പേരെ ചെയ്യുമ്പോൾ ഓർക്കണം, വി ആർ ആഡിങ് അവർ വാല്യൂസ്. നമ്മുടെ ദൈവതിരുസന്നിധിയിലുള്ള വാല്യൂ കൂട്ടുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപവാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, പ്രാർത്ഥന കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യപ്രവൃത്തി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നീ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ട്, ദൈവനാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ട്, വചനം പാലിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യാശയിലേക്ക് നമ്മൾ വരണത്. ചിലപ്പോൾ പ്രത്യാശ കൊണ്ടും ചില കാര്യങ്ങൾ നടക്കത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രത്യാശ കൊണ്ട് നടത്താൻ നോക്കും. അപ്പോൾ കാരുണ്യ പ്രവൃത്തി ആഡ് ചെയ്യും. ചിലപ്പോൾ കാരുണ്യ പ്രവൃത്തിയും കൊണ്ട് നമ്മുടെ നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം ചെയ്യും. നമ്മൾ യേശുക്രിസ്തുവിന് വിശുദ്ധമായ രക്തയുടെ വീണതിന് പ്രതികാരം പിശാചോട് ചെയ്തുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കത്തില്ല. എന്താണ്? നമ്മളപ്പോൾ സ്നേഹത്തിലേക്ക് പ്രവേശിക്കും. സ്വർണ്ണ ഉരുകണ എങ്ങനെയാണ്? 1605 ഡിഗ്രിയിലാണ് സ്വർണ്ണ ഉരുകണത്. ചില വിഷയങ്ങൾ സ്വർണം പോലെ ഗാഠമാണെങ്കിൽ, നമ്മൾ പ്രത്യാശ കൊണ്ട് ഒരുക്കിയില്ലെങ്കിൽ നമ്മളതിനെ സ്നേഹം കൊണ്ടൊരുക്കണം. സ്നേഹം കൊണ്ടൊരുക്കിയില്ലെങ്കിൽ അതിന് സമർപ്പണം കൊണ്ടൊരുക്കം. കൈ അടിച്ചു കിടന്നാണ് ശക്തമായി ചുതിക്കട്ടെ. മുഴയുള്ളവരുണ്ടാവും, പിസ്തുല ഉള്ളവരുണ്ടാവും, ഇല്ലേ? പിസ്തുലയുള്ളവർ, RSS രോഗികളുണ്ടാകും, അവർ തന്നെ PCOD അസുഖമുള്ളവരുണ്ട്. അവർ ഈ സമയത്ത് അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. ചിലർക്ക് നെഞ്ചുവേദനയും കരളിന് അസുഖമുള്ളവരുണ്ടാവും. ശ്വാസകോശത്തിൻ്റെ പ്രഷർ ഡൗൺ ആകുന്നതുണ്ടാവും. ഹൃദയത്തിൻ്റെ അല്ല, ചിലർക്കിങ്ങനെ പതിരയുടെ പ്രഷർ കറക്റ്റാകാത്തതുണ്ടാവും. ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തുകൂടി ഇല്ലാത്തവരുണ്ടാവും. രോഗം എന്താണ്? ഭയങ്കര തളർച്ചയാണ്. പക്ഷേ ഡോക്ടർ പറയുന്ന രോഗങ്ങളൊന്നുമില്ല എന്ന് പറയണില്ല. അങ്ങനെയുള്ളവർ നെഞ്ചും പൂട്ടിന് കൈവെക്കണം. തളർച്ചയാണ്, പഴയതുപോലെ പ്രൊഡക്റ്റീവ് അല്ല, എൻതൂസിയാസ്റ്റിക് അല്ല, പക്ഷേ എന്നാ ആണെന്ന് അറിയാൻ പാടില്ല. പ്രഷർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഷുഗറില്ല, പക്ഷേ എന്നോ ഒരു തളർച്ച. അപ്പം അങ്ങനെ വരുമ്പോൾ അറിയാൻ പാടില്ല. സംതിങ് ഇസ് ഹാപ്പൻ റോങ്, സംതിങ് ഇസ് ഗോയിങ് റോങ്, എന്തോ കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർ നെഞ്ചിന് കൈവെക്കണം. കർത്താവ് ആ കുഴപ്പം എടുത്ത് മാറ്റിക്കൊള്ളൂ. തലക്ക് അസുഖമുള്ളവരെ വേദന, അതുപോലെ മെനിഞ്ചൈറ്റിസ്, അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളവർ, അതിൻ്റെ സൈഡ് എഫക്ട്സ് നിൽക്കുന്നവരൊക്കെ തലയിലാണ് കൈവെക്കേണ്ടത്. കടുത്ത തലവേദന വരുന്നുണ്ട്, പമ്പിങ് സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, വേണ്ടത്ര ബ്ലഡ്
വേണ്ടത്ര അളവിൽ ഓക്സിജൻ തലയ്ക്ക് കയറുന്നില്ലാണ്ടൊക്കെ പമ്പിങ്ങിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വിട്ടുമാറാത്ത തലവേദനയൊക്കെ. അപ്പോൾ തല സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം അറിയത്തില്ല. അപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അമ്മയോട് പറയണം, അമ്മേ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എൻ്റെ രോഗങ്ങൾ പലതും എനിക്കറിയില്ല, എന്നെ സഹായിക്കണമേ. ചിലപ്പോൾ മിഷൻ വെച്ചാലും അറിയാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് മാരകമായ രോഗങ്ങൾ, തീരാത്ത വേദികളുള്ളവരൊക്കെ ശിരസ്സിൽ കൈവെക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇനി നടുവേദന ഉള്ളവരുണ്ട്, കശേരിക്ക് ദ്രവിക്കുന്നവരുണ്ട്, നടുവലിൻ്റെ മൂട്ടിനുണ്ടാകുന്ന കടുത്ത ബലക്ഷയങ്ങൾ, മാംസപേശി ഞരമ്പുകളിലേക്ക് തിങ്ങിയിട്ട് അസ്ഥി മുഴ വെച്ച് ഞരമ്പ് ഞെങ്ങി മരവിപ്പ് അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം നടുവിന് താഴെ കൈവെക്കണം. കൈകാലിന് തളർച്ചയുള്ളവരെല്ലാം നടുവിനാണ് കൈവെക്കേണ്ടത്. എളിക്കാണ് ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ മക്കളോട് പറഞ്ഞിരിക്കുന്നത് നടുവിന് കൈവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വലത് കാലിൻ്റെ പാദത്തിന് ഊത്തലുള്ളവരുണ്ട്, നടുവിന് കൈവെക്കാൻ തന്നെയാണ് അവരോടും പറയണത്. അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് ഈ സമയത്ത് പരിശുദ്ധ അമ്മ, നമ്മുടെ അൾത്താര വളരെ ധനികമായ അൾത്താരയാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടം, അവിടെ വെച്ചാണ് അമ്മ ഇപ്പോഴും നമ്മളുടെ വിഷമതകൾക്ക് പരിഹാരം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതേ അമ്മ ഇപ്പം നിനക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തോട് മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്താണ് നീ നിൽക്കുന്നത്. അച്ഛനിപ്പോൾ രോഗികൾക്ക് ഇപ്പോൾ പത്തവാരിക്ക് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പത്തവാരി എന്ന് പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ ലാംഗ്വേജൊക്കെ ആലപ്പുഴക്കാരുടെ ലാംഗ്വേജാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പിടികിട്ടുമെന്ന് തോന്നില്ല, എങ്കിലും ഈ പാർശ്വങ്ങളിൽ കൈവെക്കുക. പാർശ്വം കൈവയ്ക്കുക. അവിടെയെല്ലാം വേദനയുള്ളവരും അകത്ത് കുടുകുടുപ്പും വിഷമമൊക്കെ അനുഭവിക്കുന്നവരെല്ലാം പാർശ്വങ്ങളിൽ കൈവെക്കുക. ഇനി എൻ്റെ മക്കളെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കള് കൈവച്ചിരിക്കുന്ന ഓരോ ഇടവും അമ്മേ ഈശോയ്ക്ക് കൊടുക്കണമേ. ഞങ്ങൾ ഇനി ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ ഇടയാക്കരുത്. അമ്മേ, ഞങ്ങൾ കർത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതികട ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവേ, അങ്ങയുടെ മക്കള് കൈവച്ച് എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള മുഴുവൻ രോഗങ്ങളെ ഈശോ അങ്ങ് പൂർണ്ണമായി എടുത്തു മാറ്റുകയും സാക്ഷ്യം പറഞ്ഞതിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള് മാറിപ്പോടെ. ഫാളൻ ഫെയ്ത്ത്ഫുൾസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും വിശ്വാസിയായിരുന്നു, പിന്നെ ധനത്തിൻ്റെ ആകർഷണം, അധികാരത്തിൻ്റെ മോഹം കാരണം ആത്മാവിനെ പണയപ്പെടുത്തി നക്കാപ്പിച്ച കാശിന് വേണ്ടി പട്ടിയെപ്പോലെ കള്ളസമ്പന്നർക്ക് മുന്നിൽ വാലാട്ടി നിൽക്കുന്ന കുറേയധികം പട്ടിക്രിസ്ത്യാനികളുണ്ട്. ഫാളൻ ഫെയ്ത്ത്ഫുൾസ്. അവർ ചെയ്തിരിക്കുന്ന തിന്മ എന്താണ് അവർക്ക് അറിയത്തില്ല എന്ന് കർത്താവ് ശാസനത്തോടെ സംസാരിക്കുന്നു. അങ്ങനെയുള്ള വീണുപോയ വിശ്വാസികൾക്ക് വേണ്ടി അവർ വിശ്വാസത്തിലേക്ക് തിരിച്ച് അനുതാപപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്, സ്ഥാനത്തിന്റെ പേരില്, പണത്തിന്റെ പേരില്, കർത്താവേ, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയ മക്കള്, കുഞ്ഞുങ്ങളില്ലാത്തവരെ, അവരും ഇതുപോലെ അടിവയറ്റിലാണ്, സൈഡിൽ, അതായത് ഊടിൻ്റെ 2 സ്ഥലങ്ങളിലേക്കാണ് കൈവെക്കേണ്ടത്. മക്കളില്ലാത്തവർ മാത്രം. ബ്ലഡ് പ്രഷറുള്ളവർ, ഹൃദയത്തിന് അവിടെ കൂടുതലുള്ളവർ, സാധാരണ പ്രായത്തിനൊത്ത സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രഷറല്ല, അമിതമായ ബ്ലഡ് പ്രഷറുള്ളവർ,
നെഞ്ചിന് കൈവെക്കണം. പിന്നെ ഇവിടെ കേട്ട സാക്ഷ്യങ്ങളുടെ ഒരു രീതി, ഇപ്പോഴ് നിങ്ങളുടെ കൂടെ ആ രോഗി ഇല്ലെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അപ്പനാകാം, മോളാകാം, മകനാകാം, അമ്മയാകാം, അവർ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് വിചാരിച്ചോ. ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, യേശു നാമത്തിൽ അവർ ഏത് ശരീരത്തിൽ എവിടെയാണ് വേദന അനുഭവിക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ യേശു നാമത്തിൽ തൊട്ടാൽ മതി. കാര്യം വിശ്വാസമാണ് വിഷയം. വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് മോഡ് മാത്രമാണ് നമ്മളുടെ സ്പർശനങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരിപ്പോൾ തള്ളവിരലിന്, ഇന്നാൾ ഞാൻ ഇത് പറയാൻ കാരണം, തള്ളവിരൽ അഴിഞ്ഞ് ചീഞ്ഞു പോകുന്ന ഒരു മകളുണ്ട്, അവൾക്ക് ഇവിടെ വരാൻ പറ്റണില്ല. അച്ഛൻ അന്ന് ഈശോ എന്നോട് പറഞ്ഞത് ഈ അമ്മയുടെ തള്ളവിരലെ തൊട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ അമ്മ സാക്ഷ്യം പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ റീസൺ അല്ല ഇവിടെ വർക്ക് ചെയ്യണത്, നമ്മളുടെ ഹൃദയമാണ് വർക്ക് ചെയ്യണത്. റീസണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരവാ. ആ മകൾ കാര്യം അഴുകി വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ കാര്യം പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വട്ടായിരിക്കുന്നത്. റീസണല്ല വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത്. വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത് എന്താണ്? ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ തലയല്ല ദൈവം കാണുന്നത്, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ധൈര്യമായിട്ട്, നിങ്ങൾക്ക് വേദനപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് വേദന അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സ്പർശിച്ച് ഈശോ നാമത്തിൽ ഇന്ന ആളുടെ രോഗത്തിന് വേണ്ടി ഞാൻ ഇന്ന ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വലിയ ശക്തിയിലേക്ക് കർത്താവ് വിസർപ്പ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, തൈറോയിഡുകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, വേരിക്കോസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. മാനസിക രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മാനസിക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവസ്മാര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാദ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. മാരക രോഗങ്ങള്, വ്യാധികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗദുരിതങ്ങള്, മാനസിക വിഷമതകള്, യാത്ര ആകാനിരിക്കുന്നവരെ ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, റീ എക്സാമിനേഷന് വെരിഫിക്കേഷന് കൊടുത്തിട്ടുള്ളവരെ, IELTS പോലെയുള്ള പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിട്ടുള്ളവരുടെ ഡേറ്റുകൾ എല്ലാം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വീട് വെക്കാൻ ഭൂമി പോലും ഇല്ലാത്തവരെ, കുറേ കുടിശ്ശിക പൈസ കിട്ടാനുള്ളവരെ, സർക്കാരിൽ നിന്നായാലും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായാലും പൈസ കുടുങ്ങിപ്പോയവരെ, കൊടുത്ത കാശ് കിട്ടാത്തവരെ, ചെറിയ കടങ്ങൾ ഇതിൽ തുടങ്ങിയിട്ട് പലിശയ്ക്ക് കടം വാങ്ങി അടച്ചു, അതിൻ്റെ പലിശ കൂടി വല്ലാത്ത കടത്തിൽ മുങ്ങിപ്പോകുന്നവരെ, അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാം നിങ്ങൾ സന്തോഷത്തോടെ അച്ഛനത് ഓർത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാവണം. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇപ്പോഴനേകം വേദനകളിൽ പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തവരെ, വിസയ്ക്ക് പണം കൊടുത്തിട്ട് ഇന്നുവരെ ഒന്നും ശരിയാകാതെ കുഴങ്ങുന്നവരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമങ്ങൾ, വരുമാന മാർഗങ്ങൾ പച്ചപ്പിടിച്ച് വരാത്തവരെ,
എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, അതുകൊണ്ട് സ്വഭാവം തന്നെ മാറി ക്ഷിപ്രകോപികളും ക്ഷുഭിതരുമായിരിക്കുന്നവർ, പ്രാർത്ഥന കുറഞ്ഞു പോയവർ, മദ്യപിക്കുന്നവർ, പല തിന്മകൾ അകപ്പെട്ടു പോയവർ, വഴിപിഴച്ചു പോയ ബന്ധങ്ങൾ, വഴിപിഴച്ച കുട്ടികൾ, കർത്താവേ പരീക്ഷ തകർന്നു പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന മക്കൾ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, പരീക്ഷയ്ക്ക് അണയാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്ന ഉറപ്പുള്ളവർ, കർത്താവെ എല്ലാ തരത്തിലും വേദന ഉള്ളവർ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ, കടങ്ങൾ കയറി മുടിഞ്ഞവർ, നേരത്തിന് വസ്തു വെച്ചിരിക്കുന്നവർ, ഈശോ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു നാമത്തില് പത്രം ഉൾപ്പെടെയുള്ള നേർച്ച വസ്തുക്കൾ എടുക്കുക മക്കളെ. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ ഇരിക്കുന്നവരെ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. ഒരു മാസം ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ വന്ന് പങ്കെടുക്കാൻ പറയുന്നുള്ളൂ. പക്ഷെ അത് ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് മക്കൾ ഉടമ്പടി ധ്യാനത്തിന് വന്ന് പങ്കെടുക്കേണ്ടതാണ്. അന്ന് പത്രം വാങ്ങിച്ച് ആ മാസം വിതരണം ചെയ്യുകയും ചെയ്യണം. പ്രാർത്ഥിച്ച് കൊടുക്കണം. വീടാന്തരമാണ് കൊടുക്കേണ്ടത്. ഒരു വീട്ടിൽ പത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കരുത്. കിട്ടാത്ത വീട്ടിലേ കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പേരൊക്കെ പ്രയോജനമില്ലാണ്ട് വരും. പ്രാർത്ഥിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. ഇംഗ്ലീഷ് പത്രം, തെലുങ്ക് പത്രം, കന്നഡ പത്രം, ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം, എല്ലാ ഭാഷകളിലുമുള്ള പത്രമുണ്ട്. അതാത് ദേശങ്ങളിലേക്ക് പോകുന്നവർ അതാത് ദേശങ്ങളുടെ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോവേണ്ടത്. ഇംഗ്ലീഷ് പത്രം തന്നെ ബ്ലെസ്സിങ്സ് ഇംഗ്ലീഷ് മാഗസിനുണ്ട്, ഇംഗ്ലീഷ് പത്രവുമുണ്ട്. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് മാഗസിനാണ്. സ്കൂൾ ബാഗിൽ വെക്കാൻ വേണ്ടി അത് വെഞ്ചരിച്ച് തരുന്നതാണ്. നേർച്ച വസ്തുക്കൾ രണ്ട് തരമുണ്ട്. ഉടമ്പടി ചെയ്യാത്തവർക്ക്, ചെയ്യാൻ ഇതുവരെ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ജെറീക്കോ നേർച്ച വസ്തുക്കളുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂർ ദിവ്യാരാധന നടത്തി ഈ ഹൗസ് മുഴുവൻ വെഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ നടത്തി ഒടുവിൽ കൊണ്ടുവന്ന് നേർച്ച വസ്തുക്കൾ ഇരിക്കുന്ന സ്റ്റോറിൽ കൊണ്ടുവന്ന് ആരാധന നടത്തി ആശീർവദിക്കുന്നതാണ് കൃപാസനം ജെറീക്കോ നേർച്ച വസ്തുക്കൾ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വെച്ച് നേർച്ച വസ്തുക്കൾ വെച്ച് കുർബാന ചൊല്ലി വെഞ്ചരിക്കേണ്ടതാണ്. ഇത് രണ്ടും കൃപാസനത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. പുറത്ത് ആർക്കും കൊടുക്കാൻ അനുവാദമില്ല, പുറത്ത് കിട്ടത്തുമില്ല. ഇപ്പോൾ കൃപാസനത്തിൽ വരുന്നവർ കൃപാസനം നേർച്ച വസ്തുക്കളാണ്, വെഞ്ചരിച്ചതാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉടമ്പടി ചെയ്യാത്തവർ വാങ്ങിച്ചിരിക്കുന്ന ഉപ്പ്, അവന് തിരിയെല്ലാം ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മനിറഞ്ഞവരുമാണ്. കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ടത്. തിരികെത്തിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മനിറഞ്ഞവരും. ഉടമ്പടി ചെയ്യാത്തവർ വാങ്ങിക്കുന്ന നേർച്ച വസ്തുക്കളുടെ രീതിയാണ് പറയണത്. ഉപ്പ് ഉപയോഗിച്ച പരുവിനും കുരുവിനും ചിരങ്ങിനും ചൊറിക്കും ത്വക്ക് രോഗങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കാം? വിശ്വാസ പ്രമാണം ചൊരിവേണം ഉപയോഗിക്കാൻ. ഉടമ്പടി തൈലങ്ങളെല്ലാം അത് ഉപയോഗിക്കേണ്ട രീതി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും രോഗാതുരമായ സ്ഥലങ്ങളിൽ ഒരു കുരിശിട്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടത്. തേന് ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച വസ്തുവാണ്. അത് ഉടമ്പടി 9 തുള്ളി എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി 9 കുരിശിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് രോഗികൾക്ക് കൊടുക്കേണ്ടത്. പത്രം വാങ്ങിച്ചാൽ ഉടനെ അതിൻ്റെ രസീത് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല.
മിസ്സായാൽ പുതുക്കാൻ പറ്റത്തില്ല. പുതുക്കിയില്ലെങ്കിൽ ആ ഉടമ്പടി അംഗീകരിക്കത്തില്ല. കാര്യം ദൈവദൃസന്നിധിയിൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയെന്ന് കാണുമ്പോൾ നെഗറ്റീവായിട്ടേ വരത്തുള്ളത്. അപ്പോൾ നിങ്ങൾ പോയതാണെന്ന് പറഞ്ഞാലൊന്നും, കയ്യിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞാൽ ഒന്നും കൃപാസനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പോകാൻ പാടില്ലത്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, വേറെ എന്തിനും കോപ്പി കിട്ടും. ആധാർ കാർഡിന് വരെ കോപ്പി കിട്ടും. പക്ഷെ 1 മാസത്തെ പ്രെയർ മുടങ്ങിയ ആ പേപ്പർ പോയാൽ കിട്ടത്തില്ലത്. അത് പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് പുതുക്കുമ്പോൾ വരുമ്പോൾ പിന്നെ 2ാം റിവ്യൂ ചെയ്യാൻ പറയും. കാര്യം അത് ഉടമ്പടിയിൽ വരണത് സത്യസന്ധമായ വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഷെഡ്യൂൾ പ്രോഗ്രാമിങ്ങിനെ ഒരു ചെറിയ 15 കൊല്ലത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും ഒരു ഞായറാഴ്ച ഉടമ്പടി ധ്യാനം കൃപാസനത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഞായറാഴ്ച പണ്ടുണ്ടായിരുന്നില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ഞായറാഴ്ചയും 3ാം ഞായറാഴ്ചയും നമുക്ക് ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ. ഇപ്പോൾ അതില്ല. അടുത്ത മാസം മുതൽ ഇല്ലത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ച വിഷയം, ജനങ്ങൾ 10 മണിയായപ്പോൾ തന്നെ ഗേറ്റ് അടക്കേണ്ടി വന്നു. കാര്യം ഇവിടെ അരിവാവ് വിരകിയിട്ടിരിക്കുന്ന പോലെ ആളായി, അനങ്ങാൻ പറ്റാത്ത. കർത്താവായ ദൈവമേ, നേർച്ച വസ്തുക്കളെ അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ ആശീർവദിക്കണമേ. കർത്താവേ, നേർച്ച വസ്തുക്കളെ ഉപയോഗിക്കുന്നവരെ അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ശരീരത്തിലെ ജീവിത മണ്ഡലങ്ങളിലെ അടയാളപ്പെടുത്തി കൊടുക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, part of this. I know the Thutistic Catholic Church, the power of Jesus Christ, the miracle of the Holy Priesthood. I bless the heart of this Catholics, those who still have grace and peace and power. പത്രത്തിൻ്റെ 12ാം പേജ് എപ്പോഴും വായിച്ചു നോക്കണം. എന്താണെന്നോ, ഏത് ജില്ലക്കാർക്കാണ് ഓരോ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ വ്യക്തിപരമായ സന്ദർശന പ്രാർത്ഥനയുള്ളതെന്ന് അതിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2 പുതുക്കിയവർക്ക് എമർജൻസി ആയിട്ട് അവർക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർക്ക് ജില്ലകൾ ഇവിടെ അനൗൺസ് ചെയ്യും. അതിൻ്റെ ബോർഡിടും. ആ ജില്ലകൾ ഉള്ളവർ 2 പുതുക്കിയവർ മുമ്പേ നിൽക്കണം. ബാക്കി ബ്രദർ പറഞ്ഞു തരും. പിന്നെ അങ്ങനെ 50 പേർക്കാണ് ചീട്ട് കിട്ടുന്നത് ഒരു ദിവസം. പിന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എപ്പിലെപ്സി രോഗികളുണ്ട്. അത് ബ്രദർ പറയും. അങ്ങനെ രോഗികൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗികൾക്ക് ചീട്ട് കിട്ടും. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ എപ്പിലെപ്സി രോഗിയാകാം, അല്ലെങ്കിൽ അപസ്മാര രോഗികൾ, അതുപോലെ തന്നെ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ. ബ്രദർ അനൗൺസ് ചെയ്യും. പത്രത്തിലുള്ളത് ആ പത്രത്തിന് ബാക്കിലുണ്ട് ഏത് രോഗികൾക്കാണ് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവരെ ഇവിടെ ആൾക്കാരെ പ്രാർത്ഥിക്കും. അവരുടെ ചീട്ട് പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. നേരത്തെ വസ്തു ഉയർത്തി പിടിക്കുക. ശ്രുതിയുടെ സമാപനാശീർവാദം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, നേർച്ച വസ്തുക്കൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കുന്നു. ഇതാ കർത്താവ് ജീവിക്കുന്ന ദൈവം നിങ്ങളെ ആശീർവദിക്കുകയാണ്. വിദൂരങ്ങളിൽ നിന്നുകൊണ്ട് യൂട്യൂബിലൂടെയും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതാ ജീവിക്കുന്ന ദൈവം, കാഴ്ച കൊടുത്ത ദൈവം, കേൾവി ശക്തി കൊടുത്ത ദൈവം, മുടങ്ങൽ മടക്കാൻ കരുത്ത് പകർന്ന ദൈവം, കൈസോട്ടിച്ചവരെ സുഖപ്പെടുത്തിയ ദൈവം, ഊരുള്ളവരെ ഉടമ്പടി നിയോഗം സമർപ്പിച്ചവരെ ആശീർവദിക്കുന്നു. കുടുംബ സമാധാനത്തിന്റെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. മദ്യപാനികളെ ആശീർവദിക്കുന്നു. രഹിതരെയും തൊഴിൽ രഹിതരെയും ഈശോ ആശീർവദിക്കുന്നു. വാതിൽ കഴിയുന്നവരെ, ഓട്ടിസം ബാധിച്ചവരെ, മാരക രോഗങ്ങൾ കഴിയുന്നവരെ ബോർഡ് എക്സാം എഴുതുന്നവർ മക്കളെ ആശീർവദിക്കുന്നു. +1 +2 എക്സാം എഴുതുന്ന മക്കളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ശിരസ് നമിച്ച് പാടാം.
പരിശുദ്ധ പരമമാ